കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. കേരള നിരത്തുകളിൽ വൈദ്യുത വാഹനങ്ങളുടെ കുതിപ്പ് എന്ന് പറയുന്നൊരു വാർത്തയാണ്. അപ്പോൾ 80,000 വാഹനങ്ങളാണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളുടെ നിരത്തുകളിൽ വിറ്റത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് സ്കൂട്ടികളാണ്. ഏകദേശം 65,000-ഓളം സ്കൂട്ടിയും അതുപോലെ തന്നെ 10,000-ഓളം ഇലക്ട്രിക് കാറുകളും 5,000-ഓളം ഇലക്ട്രിക് ഓട്ടോകളുമാണ് വിറ്റത്. അപ്പോൾ ഈ 10,000 കാറ് എന്ന് പറയുന്നത് അതിന് മുന്നത്തെ ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 5,000 കാറുകൾ വിറ്റ സ്ഥലത്താണ് ഇപ്പോൾ 10,000 കാറുകൾ വിൽക്കുന്നത്. അപ്പൊ ആക്ച്വലി ഇലക്ട്രിക് വാഹനങ്ങളുടെ സെയിൽസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. എന്നാൽ ഈ ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം ചാർജ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമ്മുടെ നാട്ടിലുണ്ടോ? അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാര്യം നമ്മളുടെ നാട്ടിൽ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ ആൾക്കാർ എടുക്കുന്നുണ്ട്. അതിപ്പോ സ്കൂട്ടർ ആയാലും കാർ ആയാലും ഒക്കെ എടുക്കുന്നതിന്റെ പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പെട്രോൾ അടിക്കുന്ന പൈസയിൽ ഉണ്ടാകുന്ന ഒരു ലാഭം തന്നെയാണ്. അപ്പൊ ഈ ഒരു ലാഭം ഉദ്ദേശിച്ച് ആൾക്കാർ വണ്ടി എടുക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ റേഞ്ച് തന്നെയാണ്. ഒരുപാട് ദൂരയാത്രകൾ അതിപ്പോ സ്കൂട്ടിയിലായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ കാറിലായാലും നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് ഈ പറയുന്ന ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ വരുന്നത്. അപ്പൊ ആക്ച്വലി ഈ പറയുന്ന കേരളത്തിൽ നിങ്ങളിപ്പോ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ബിസിനസ് ഐഡിയ തന്നെയാണ് ചാർജിങ് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഈ പറയുന്ന റെസ്റ്റോറന്റുകളൊക്കെ ഓൺ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ചാർജിങ് സ്റ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ചാർജ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 2 ഗണ്ണുള്ള മെഷീൻസ് എങ്കിലും വെക്കണം. കാര്യം ഇപ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇനി ഈ 1 ഗണ്ണുള്ള മെഷീൻ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ ആക്സസ് ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും. ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പോൾ 2 ഗണ്ണുള്ള മെഷീൻസ് ഉള്ള ചാർജ് സ്റ്റേഷൻസ് നോക്കിയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും മെഷീൻ തന്നെ ഏകദേശം 7 ലക്ഷം 8 ലക്ഷം രൂപ അപ്പുറത്ത് കോസ്റ്റ് വരുന്നതാണ്. അതുകൂടാതെ ഈ പറയുന്ന നമുക്ക് സെറ്റിംഗ് അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു 10 ലക്ഷം രൂപയോളാവും. പക്ഷേ ഈ ഒരു കോസ്റ്റ് നിങ്ങൾക്ക് കുറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. കാര്യം അത്രത്തോളം ഇലക്ട്രിക് വെഹിക്കിൾസ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഈ ഒരു ചാർജ് സ്റ്റേഷൻസിന്റെ ഒരു കുറവ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം മിക്കവാറും നമ്മൾ ലുലു മാളിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ 4 ചാർജ് സ്റ്റേഷൻ ഉണ്ടായിട്ട് പോലും 4 ഗണ്ണും ബിസി ആയിട്ടാണ് നമ്മൾ മിക്കവാറും കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ചാർജ് സ്റ്റേഷൻസ് സെറ്റപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ 1-2 സ്ഥലങ്ങളിൽ നമ്മളുടേതായ രീതിയിൽ നമുക്ക് ചാർജ് സ്റ്റേഷൻസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന ചാർജ് സ്റ്റേഷൻസ് സെറ്റപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായിട്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇത്രയും ലക്ഷങ്ങൾ മുടക്കി നിങ്ങൾക്ക് ഒരു ചാർജ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു സ്റ്റേ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ടൽ ഉടമയോ റിസോർട്ട് ഉടമയൊക്കെ ആണെങ്കിൽ 10,000 രൂപയെ താഴെ നിങ്ങൾക്ക് ഈ പറയുന്ന ചാർജ് സ്റ്റേഷൻസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. വോൾട്ട് എർത്ത് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് ഉണ്ട്. ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏകദേശം 6,000-7,000 രൂപയൊക്കെ വരുന്ന പ്രോഡക്റ്റ് ആണ്. അത് നമുക്ക് ഡയറക്റ്റ്ലി ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് നിങ്ങളുടെ റിസോർട്ടിലോ ഹോട്ടലിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വന്ന് ചാർജ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാർ ഇപ്പൊ നെക്സോൺ EV ആണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു 400 റുപ്പീസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു 150 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 200-നകത്ത് നിങ്ങൾക്ക് ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കും. ഒരു 10 തവണ വണ്ടി ചാർജ് ചെയ്യുമ്പോൾ തന്നെ 2,000 രൂപ. അപ്പം ഈ പറയുന്ന ചാർജിങ് സ്റ്റേഷന്റെ അല്ലെങ്കിൽ ആ ഒരു മെഷീന്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ ഹോട്ടലിലോ റിസോർട്ടിലോ ഈ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സുഖമായിട്ട് നിങ്ങളുടെ ബിസിനസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ നടക്കും. കാര്യം ഇപ്പം പഞ്ച് EV ആണെങ്കിലും ടിയാഗോ EV ആണെങ്കിലും ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്ലോ ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഹോട്ടൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ അവിടെ തന്നെ ആയിരിക്കും സ്റ്റേ ഓപ്ഷൻസ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചാർജ് സ്റ്റേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാർജർ പോയിന്റുകൾ കേരളത്തിൽ കൂടുതലായി വന്നാൽ മാത്രമേ ഇനിയും ആൾക്കാർ ഈ ഒരു വണ്ടി എടുക്കുക എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരൂ. അല്ലെങ്കിൽ ചാർജ് സ്റ്റേഷൻസ് ഇല്ല അല്ലെങ്കിൽ ഈ പറയുന്ന സ്ലോ ചാർജേഴ്സ് അവൈലബിൾ അല്ല എങ്കിൽ ഇനിയുള്ള ആൾക്കാർ ചിലപ്പോൾ അതിന് വില്ലിങ് ആവത്തില്ല. കാര്യം പലപ്പോഴും നമ്മൾ ചാർജ് സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ വലിയ ക്യൂവും അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ഇതുപോലെ സ്ലോ ചാർജേഴ്സ് പ്രൊവൈഡ് ചെയ്യാത്ത ഹോട്ടലുകളൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളതെങ്കിൽ ഒരു കാരണവശാലും ഇനിയുള്ള ആൾക്കാർ അതിനകത്തേക്ക് ഇറങ്ങത്തില്ല. അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു റിട്ടേണും നിങ്ങളുടെ ബിസിനസ് കൂട്ടാനും പറ്റുന്ന ഒരു മാർഗമാണ് ഈ പറയുന്ന ചാർജ് സ്റ്റേഷൻസ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വോൾട്ട് എർത്ത് എന്ന് പറയുന്ന കമ്പനിയുടെ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് വെക്കാൻ. കാര്യം 5,000 പ്രോഡക്റ്റ് വിറ്റുകൊണ്ടിരുന്ന വണ്ടി അടുത്ത 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 10,000 പ്രോഡക്റ്റ് വിൽക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാം ഈ പറഞ്ഞ എത്രത്തോളം ഉണ്ട് ഇതിന്റെ സെയിൽസിനകത്ത് ഉണ്ടാവുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന മേഖലയിലേക്ക് ഇറങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു ചാർജിങ് സ്റ്റേഷന്റെ ആവശ്യകതയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും വരാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.